നല്ല വാക്കിൻ്റെ ശീലുകൾ എൻ്റെ നാവിലരുളേണമേ. നല്ല വാക്കിൻ്റെ ശീലുകൾ എൻ്റെ നാവിലരുളേണമേ. ശേഷമാണ് INTUC എന്ന പ്രസ്ഥാനത്തിനുള്ള തുണ്ട് പേപ്പർ പോലും ഉള്ളതെന്ന് നമുക്ക് ഇരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കുന്നതാണ്. അത് INTUC എന്താണ് നമ്മളോട് ഈ ഭരണകാലത്ത് ചെയ്തതെന്ന് ചോദിക്കുന്നതോട് എനിക്ക് പറയാനുള്ളത്, വിശദമായിട്ട് ജോസഫ് പറയുമെങ്കിലും 10-30 സമരത്തോളം നമ്മൾ INTUC പ്രസ്ഥാനം നമ്മുടെ വിവിധ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ തിരുവനന്തപുരത്ത് ചെയ്യുകയുണ്ടായി. നമ്മൾ സെക്രട്ടേറിയറ്റ് പഠിക്കുന്ന നമ്മൾ രാപകൽ സമരം നടത്തി. നമ്മൾ അംഗനവാടി ജീവനക്കാർ ഒരിക്കലും ഒരു സംഘടനകൾ ചെയ്യാത്ത സമരം നമ്മൾ നടത്തിയത്. അതിനൊക്കെ നേതൃത്വം തരികയും ചടുലമായ പ്രവർത്തനം കാഴ്ചവെക്കുകയും ചെയ്യുന്ന നമ്മുടെ പ്രസിഡന്റിനെ ജഗദീശൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചു. എല്ലാവരെയും ഹിന്ദുകൃഷ്ണ ഇവിടെ എത്തിച്ചേരും. INTUC ജില്ലാ പ്രസിഡന്റ് സ്ഥലത്തില്ലാത്തതിനാൽ അദ്ദേഹം മാത്രമേ ആബ്സെന്റ് പറഞ്ഞിട്ടുള്ളൂ. നമുക്കറിയാം ഇന്ന് നമ്മുടെ സംഘടന എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ള കാര്യം. ഈ അംഗനവാടി ജീവനക്കാർക്ക് അവർക്ക് കിട്ടാനുള്ള വിഹിതത്തെക്കുറിച്ച്, അവർക്ക് വേണ്ട കാര്യങ്ങളെക്കുറിച്ചല്ല MLA-മാരും MP-മാരും എല്ലാം അവരവരുടെ സഭകളിൽ, അതായത് പാർലമെൻറ്റിലും നിയമസഭയിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്ക് വേണ്ട കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇന്ന് തയ്യാറല്ല. അത് എന്തുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ, അവർ തരുന്ന അവർക്കുള്ള അവരുടെ സംഘടനാപരമായിട്ടോ അല്ലെങ്കിൽ അവർക്കുള്ള അവരുടെ കഴിവുകളെ മുതലെടുത്തുകൊണ്ട് അവർക്ക് പറഞ്ഞിരിക്കുന്ന സർക്കുലറിൽ പറയാത്ത ജോലികൾ പറയുമ്പോൾ ഇന്ന് തന്നെ വളരെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞാണേലും സഹോദരിമാർ അംഗനവാടിയല്ലേ എന്തായാലും എനിക്ക് കിട്ടുന്ന തുക എനിക്ക് എന്തായാലും കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് ഇന്ന് വരാതിരുന്ന ധാരാളം സഹോദരിമാരുണ്ട്. അപ്പോൾ അവർക്കറിയാം, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കറിയാം എങ്ങനെ അംഗനവാടിക്കാരെ കൊണ്ട് ജോലി ചെയ്യിക്കണം എന്നുള്ളത്. അത് ചെയ്യാൻ നമ്മൾ തയ്യാറുമാണ്. ഇനി കൺവെൻഷനല്ല എന്ത് വിളിച്ചു ചേർത്താലും ധൈര്യപൂർവം ഈ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളെ നേരിടാൻ നമ്മൾ എന്ന് തയ്യാറാകുന്നോ അന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മളുടെ ഈ ദുർഗതിയിൽ നിന്നും നമുക്കൊരു മോചനം. തൊഴിലാളികളുടെ പ്രതിനിധികളായിട്ടാണ് ഇന്നിവിടെ ഇത്രയും പേര് വന്നിരിക്കുന്നത് കൺവെൻഷൻ കൂടി. നിങ്ങളാണോ നിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് സാധിക്കുമോ? 56,000 പേരുടെയും ഈ പറയുന്ന 25 ലക്ഷം പേരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഈ കൂടിയിരിക്കുന്ന 130 പേരെ കൊണ്ട് സാധിക്കുമോ? ഇല്ല. പക്ഷേ ഈ പറയുന്ന 56,000 പേർ, കേരളത്തിലുള്ള 56,000 പേരിൽ ഒരു ഭൂരിപക്ഷത്തോളം വരുന്ന തൊഴിലാളികൾ ഒരുമിച്ച് നിന്ന് പോരാടിയാൽ നിങ്ങൾ പറയുന്ന ഡിമാൻഡുകൾ, പറയുന്ന ഭരണകൂടം, പറയുന്ന ഉദ്യോഗസ്ഥന്മാർ അത് അംഗീകരിച്ചിരിക്കും. അതിൻ്റെ തെളിവാണ് ഇന്നത്തെ പത്രത്തിൽ വന്നിരിക്കുന്ന ഒരു വാർത്ത. നിങ്ങൾ ശ്രദ്ധിച്ചോ? പത്രം വായിച്ചോ? ഇന്നത്തെ പത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട്. എന്താണ് ആ വാർത്ത അറിയോ? ഈ രാജ്യത്തിലെ കേന്ദ്ര സംസ്ഥാന ജീവനക്കാരായിട്ടുള്ള 90 ലക്ഷത്തോളം വരുന്ന ജീവനക്കാർക്ക് വളരെ ഗുണകരമായിട്ടുള്ള ഒരു പെൻഷൻ തീരുമാനം കേന്ദ്ര ഗവൺമെൻറ് എടുത്തിരിക്കുന്നു. എന്തുകൊണ്ടാണ് എടുത്തത്? അവരെടുക്കാൻ കാരണം വെറുതെ നരേന്ദ്രമോദിക്ക് തോന്നിയപ്പോൾ എടുത്തതാണോ? അല്ല, അവർ സംഘടിതരാണ്. ഈ രാജ്യത്തിലെ 90 ലക്ഷത്തോളം വരുന്ന സർക്കാർ ജീവനക്കാർ സംഘടിതരായതുകൊണ്ടാണ് ആ തീരുമാനം അവിടെ ഉണ്ടായത്. ഡയറക്ടർമാർക്ക് കൊടുത്തു, മറ്റ് സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും കൊടുക്കണ്ടേ? ഇനി അസംഘടിത മേഖലയിൽ പണിയെടുക്കുന്ന സ്വകാര്യ മേഖലയിലാണെങ്കിൽ മിനിമം വേതനം കൊടുക്കണ്ടേ? വേണ്ടേ? നിങ്ങൾ ചോദിച്ചോ? എന്തുകൊണ്ട് ഈ 49 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ഈ സ്ഥാപനത്തിൽ, ഈ മേഖലയിൽ എന്തുകൊണ്ട് ന്യായമായ വേതനം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നിങ്ങൾക്ക് പ്രദാനം ചെയ്ത ആ ചോദ്യം നിങ്ങൾ ചോദിച്ചില്ല? ഈ ചോദിക്കേണ്ടത് 130 പേരല്ല, കേരളത്തിലെ 56,000 വരുന്ന ജീവനക്കാരും രാജ്യത്തുള്ള 25 ലക്ഷത്തോളം വരുന്ന അംഗനവാടി ജീവനക്കാർ ഒറ്റക്കെട്ടായിരുന്നുകൊണ്ട് സംഘടന
യോജിക്കാൻ തയ്യാറായാൽ ഒറ്റ ദിവസം കൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും. പക്ഷെ നമ്മൾ യോജിക്കില്ല. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. നിങ്ങളെ യോജിപ്പിക്കാനുള്ള ദൗത്യമാണ് ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് INTUC എന്ന് പറയുന്ന പ്രസ്ഥാനം ഏറ്റെടുക്കുന്നത്. നിങ്ങളൊപ്പം നിന്നാൽ, നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ നമുക്ക് നേടിയെടുക്കാം. പക്ഷേ നിങ്ങൾ ഒരുമിച്ച് നിൽക്കത്തില്ല. ഇവിടെ ഇരിക്കുന്ന കൂട്ടായ്മ ഇതിന് വെളിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ തകരും, എനിക്കറിയാം. പക്ഷേ ആ തകർച്ചയാണ് നിങ്ങളുടെ തകർച്ചയ്ക്ക് കാരണം, വ്യക്തിപരമായ തകർച്ചയ്ക്ക് കാരണം എന്ന് കൂടി ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റൊന്ന്, ദീർഘമായിട്ട് ഞാനൊന്നും കടന്നു പോകുന്നില്ല. നിങ്ങൾക്കൊരു സേവന വ്യവസ്ഥയുണ്ടോ? നിങ്ങൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല? സർക്കാർ ജീവനക്കാർക്കുണ്ട്. എന്താ നിങ്ങൾ കേട്ടിട്ടില്ലേ? സർവീസ് റൂൾസ്. സെൻട്രൽ ഗവൺമെന്റ് ജീവനക്കാർക്കുണ്ട് സെൻട്രൽ ഗവൺമെന്റ് സർവീസ് റൂൾസ്, അവിടെയുണ്ട്. പക്ഷേ നിങ്ങൾക്കൊരു സേവന വ്യവസ്ഥയുണ്ട്. ഫാക്ടറി പണിയെടുക്കുന്നവർക്കുണ്ട് സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് ഉണ്ട്, സർട്ടിഫൈഡ് സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് ഉണ്ട്. അത് വിട്ടിട്ട് അങ്ങോട്ട് ചലിക്കാൻ പാടില്ല. നിങ്ങൾക്ക് വല്ല വ്യവസ്ഥയുണ്ടോ? അവിടുത്തെ കിട്ടുന്ന എന്തെല്ലാം ഫെസിലിറ്റീസ് ആണ് കിട്ടുന്നത്, അത് ശരിക്കും അറിഞ്ഞൊരു വ്യക്തി കൂടിയാണ്. തീർച്ചയായിട്ടും അമ്മമാർ നിങ്ങൾ ചെയ്യുന്നത് ഒത്തിരി പുണ്യപ്രവൃത്തിയാണ്. ഈ നമ്മുടെ ഇളം തലമുറയെ വാർത്തെടുക്കുന്നതിൽ നിങ്ങളുടെ ജീവിതവും ശക്തിപ്പെടുത്തേണ്ടതുണ്ട്, സുരക്ഷിതമാവേണ്ടതുണ്ട്. അതിന് നമ്മളിവിടെ എല്ലാവരും പറഞ്ഞതുപോലെ നമ്മൾ സംഘടിക്കുക, ശക്തമാകുക. നിങ്ങൾ ഹെൽത്ത് വൈസ് നല്ല രീതിയിലൊന്ന് ഒരു നല്ല ഹെൽത്തി ആയിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സംഘടിക്കാൻ പറ്റുകയുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം ദിവസവും കണ്ടെത്തുക. വേറൊന്നും എനിക്ക് പറയാനില്ല. ഞങ്ങളെല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് മാത്രം. ആൾ മുതൽ അവസാനം ഇംഗ്ലീഷ് അക്ഷരം 24 അക്ഷരം വരെ പറഞ്ഞ് പഠിപ്പിച്ച് കൂട്ടി വായിക്കാൻ പഠിപ്പിച്ചതിന് ശേഷമാണ് പിന്നുള്ള നമ്മുടെ ഇപ്പോഴുള്ള ഇംഗ്ലീഷ് മീഡിയങ്ങളിലൊക്കെ കുട്ടികളെ പറഞ്ഞയക്കുന്നത്. അതുവരെ എല്ലാം അവർ അംഗനവാടിയിൽ വന്നാൽ കുട്ടികൾ ചെയ്യുന്ന പ്രാഥമികമായ മലമൂത്ര വിസർജനം അടക്കം എല്ലാ ജോലികളും ഒരമ്മ ചെയ്യുന്നതിന് തുല്യമായി തന്നെയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ചുള്ള ഒരു വേതനം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഇന്ന് വരെ അതിന് സാധിച്ചിട്ടില്ല. തീർച്ചയായും അടുത്ത സർക്കാർ, ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല, അടുത്ത സർക്കാർ ഒന്നുമില്ലെങ്കിലും നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. തീർച്ചയായും ആ സർക്കാർ അധികാരത്തിൽ വന്നാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാകും. ഇന്ന് നിലനിൽക്കുന്ന ഈ ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കൊണ്ട് നിങ്ങൾക്ക് അതിനുവേണ്ടി കൂടെ നിൽക്കാൻ ഞങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഈ യൂണിയൻ അതിശക്തമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ ഓരോ കാര്യങ്ങളും ഇന്നുവരെയുള്ള എല്ലാ സമരങ്ങൾക്കും നേതൃത്വം വഹിച്ചിട്ടുള്ള INTUC സംസ്ഥാന പ്രസിഡന്റ് കൃഷ്ണവേണി ശർമ്മ അടക്കമുള്ള നേതാക്കൾ മന്ത്രിമാർക്കും MLA മാർക്കും നിവേദനങ്ങൾ കൊടുക്കുകയും കേന്ദ്രത്തിൽ പോയി സമരങ്ങളും അവർക്ക് നിവേദനങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും വരും കാലങ്ങളിൽ നിങ്ങൾക്ക് മാസശമ്പളം അടക്കം സർക്കാർ ജീവനക്കാർ വാങ്ങിക്കുന്ന അതേ ശമ്പളം വാങ്ങിക്കാൻ തക്ക ഒരു അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇന്നിവിടെ കൂടിയ യോഗത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് കോൺഗ്രസ്.